ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബീഫ് റിബ് നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് ഓവനിൽ എങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇത് നിങ്ങൾക്ക് ഓവനിലും പ്രഷർ കുക്കറിലും ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് കപ്പ വേവിച്ചതാണ്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബീഫ് റിബ് ഓവനിൽ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇതുപോലെ ബീഫ് റിബിൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ലെയർ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ഭാഗം ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഹോൾഡ് ചെയ്ത് അതങ്ങ് വലിച്ചെടുത്ത് കളഞ്ഞാൽ മതി. ഇതിൻ്റെ ഈ ബോണിനെ എല്ലാം യോജിപ്പിക്കുന്നതായതുകൊണ്ട് നമുക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്യാൻ ഈസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഞാനിതെല്ലാം മാറ്റിയിട്ട് ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അതിൻ്റെ ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ഗാർലിക് പൗഡറും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു വശത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മറുവശത്തും ഇതുപോലെ ഓരോ ടീസ്പൂണോളം ഗാർലിക് പൗഡറും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ കുറച്ചേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ, കാരണം ഇതിന് മുകളിൽ നമ്മുടെ മസാലകളെല്ലാം ചേർക്കാനുള്ളതാണ്. അപ്പം ഇത്രയും ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം ഇത് ഞാൻ ഫ്രിഡ്ജിൽ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഈ ടൈമിൽ നമുക്കൊരു പാനിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കരിയാപ്പില ഇടുന്നുണ്ട്. ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇത് നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കുവാണ്. ഇതൊന്ന് വഴന്ന ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതൊരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം ഗരം മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 2.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തീയ ലോ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതും 2 ടീസ്പൂണോളം മീറ്റ് മസാലയും ചേർക്കുന്നുണ്ട്. മീറ്റ് മസാല ഓപ്ഷണലാണ്, ചേർത്താൽ നന്നായിരിക്കും. അത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടയുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് തണുത്ത് കഴിയുമ്പം ഈ മസാല നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ഫോയിൽ പേപ്പറും അതിൻ്റെ മുകളിൽ ഒരു ബേക്കിംഗ് ഷീറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് കുറച്ച് നേരം എടുത്ത് ബേക്ക് ചെയ്യുന്നതായതുകൊണ്ട് അധികം എക്സ്പോഷർ ഈ ഫോയിൽ പേപ്പറുമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് വെച്ചിട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് നമ്മുടെ ആവശ്യത്തിന് അത് കവർ ചെയ്യാനുള്ളത്രയും മസാല ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ കപ്പ കൂടെ കഴിക്കാനുള്ളതായതുകൊണ്ട് കുറച്ചേറെ മസാല ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് അളവ് കുറയ്ക്കാവുന്നതാണ്. 2 സൈഡിലും ഇതുപോലെ വരട്ടി കൊടുക്കുന്നുണ്ട്. മീറ്റുള്ള വശം ഒന്ന് തിരിച്ച് മുകളിലോട്ടാക്കി കൊടുത്തിട്ട് ഇനി നമ്മൾക്ക് ഇത് കവർ ചെയ്യാം. ഇതുപോലെ ഞാൻ ആദ്യം ബേക്കിംഗ് ഷീറ്റ് വെച്ചും പിന്നീട് ഫോയിൽ പേപ്പർ വെച്ചും കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനുള്ള പാന് ഞാൻ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറിലൊന്ന് കവർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാനത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ പുരട്ടി നമ്മൾ ഇതുപോലെ റാപ്പ് ചെയ്ത് ഈ റിബിൻ്റെ പാക്ക് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ സ്ലോ കുക്കാണ് ചെയ്യുന്നത്. ഞാൻ അന്നേരം 350 ഡിഗ്രിയിൽ 2.5 മണിക്കൂർ ഞാൻ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത്ര നേരം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കറിൽ അടിച്ചിട്ട് മസാലയൊക്കെ പുരട്ടി ഓവൻ സെറ്റപ്പിൽ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. ഇത് ഏകദേശം ഒന്ന് കുക്ക് ചെയ്ത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് എൻ്റെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. റിബയിൽ നിന്നും വിട്ടു പോകാത്ത രീതിയിൽ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഒരു കപ്പ റെഡിയാക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾ കപ്പ വേവിച്ചിട്ട് അരപ്പിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി. ഞാൻ മഞ്ഞളും ഉപ്പും ഇട്ട് ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് ഫ്രോസൺ കപ്പയാണ്, അത് അധികം നേരം എടുക്കത്തില്ല. അങ്ങനെ ഇത് ഞാനൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് റെഡിയാകുന്ന നേരത്തെ നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങായും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 4 പച്ചമുളക്, 1 തണ്ട് കരിയാപ്പില, ഒരു 3-4 ചെറിയുള്ളിയും ഒരു 3 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം. അധികം അങ്ങ് അരയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുന്ന പോലെ എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കപ്പയൊക്കെ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞിട്ട് വെച്ചേക്കുവാണ്. അതിലേക്ക് ഞാൻ ഈ അരപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതേ കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഉടച്ച്
മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് പല സ്ഥലത്ത് പല രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ചെയ്തെടുക്കാം. എനിക്കിതുപോലെ ഇച്ചിരി ഉടഞ്ഞിരിക്കുന്നതാണ് കപ്പ വേവിച്ചതിന് കുറച്ചുകൂടി ഇഷ്ടം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, 1 തണ്ടോളം കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കടുക് പൊട്ടിച്ച് താളിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ബീഫിൻ്റെ കൂടെ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി കടുക് താളിക്കണമെന്നൊന്നുമില്ല. അല്ലാതെ തന്നെ ഇത് അടിപൊളിയാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് റിബ് ഇരിക്കുന്നത് കണ്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.